ഓർമ്മ പോകുന്നുണ്ട് എനിക്ക്. അതെന്നാന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു സൈഡ് മരച്ചിരിക്കുവാണ്. ഈ രേണുസുതിനെ പറ്റി ഇപ്പൊ ഭയങ്കര ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് രേണുവിനെ വെച്ച് വീഡിയോ ചെയ്ത ഇപ്പൊ സായി സീക്രട്ട് ഏജന്റ് എന്ന ആള് 48 വീഡിയോ രേണുസുതിനെ വെച്ച് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് കിട്ടിയ വരുമാനത്തിന് ഒരു നിശ്ചിത തുക രേണുവിന് കൈമാറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ രേണുവിനെ വെച്ച് ചെയ്ത ആൾക്കാരൊക്കെ അങ്ങനെ പൈസ കൊടുക്കാൻ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഹെയർ കട്ട് ചെയ്ത് ആഗ്രഹം ഇവിടെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞ ഒരു മിഷണറി അല്ലെങ്കിൽ സുവിശേഷകയായിട്ട് പോകാനാണ് ആഗ്രഹം. എൻ്റെ വർക്ക്, എനിക്ക് കിട്ടുന്ന വർക്കിന്റെ സൈഡിൽ കൂടെ പോകും. പക്ഷെ അതിലും മെയിനായിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് പലരും എന്നെ കാണാൻ വന്നു, പലരും എന്നെ കാണാൻ വന്നില്ല. അവരോടൊന്നും പരിഭവമില്ല. കാണാൻ വന്നവരോട് നന്ദി മാത്രം. ഹലോ, ഐ ആം മുകേഷ് യാദവ് മാധവ്. രേണുസുതി മുടി മുറിക്കുന്നു, ഓർമ്മ പോകുന്നു, ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ രേണുസുതി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ അവർ പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ആരോടും ഒരു പരിഭവമില്ല, എന്നെ കാണാൻ വരാത്ത ആളുകളോടൊന്നും എനിക്ക് പരിഭവമില്ല. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഒരുപക്ഷെ അത് കിച്ചുവിനെ ഉദ്ദേശിച്ചാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരിക്കാം. കാരണം കിച്ചു വരാത്തത് കൊണ്ട് രേണുവിന് പരിഭവമില്ല എന്നുള്ളതാണ് പറയുന്നത്. അവിടെയൊക്കെ 11 വയസ്സ് മുതൽ ഞാൻ കാണുന്ന കുഞ്ഞ് എന്നെ കാണാൻ വന്നില്ല എന്നുള്ളൊരു പരിഭവം പറഞ്ഞിരുന്നു. അതിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് നല്ല രീതിയിൽ കിട്ടി. പറയുവാണെങ്കിൽ സ്നേഹവും സഹതാപവും ഒക്കെ തോന്നിയവർ തന്നെ വളരെ മോശം രീതിയിൽ കമൻറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അത് രേണു ഏത് അർത്ഥത്തിൽ പറഞ്ഞതാണെന്ന് അറിയത്തില്ല. പക്ഷെ പലരും അതിനെ വ്യാഖ്യാനിച്ചത് കിച്ചുവിനെ മോശമാക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നാണ്. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നവരെയും കുറ്റം പറയാൻ കഴിയത്തില്ല. രേണു പറഞ്ഞ പല കാര്യങ്ങളും ആ രീതിയിലൊക്കെ എത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ വിശ്വസിക്കുന്നത്, ഒരമ്മ കുഞ്ഞിനോട് പറയുന്നത് പോലെ എൻ്റെ കുഞ്ഞെന്തേ എന്നെ കാണാൻ വന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നത് പോലെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിട്ടൊന്നും അത് കാണേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ അവസ്ഥയിൽ അത് പറയേണ്ടെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ആയിരിക്കണം എന്നെ കാണാൻ വരാത്തവരോട് എനിക്ക് പരിഭവമില്ല എന്നുള്ളത് എടുത്തു പറഞ്ഞത്. ഇവിടേക്ക് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ അവരെ കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ മുമ്പ് കണ്ടിരുന്ന രേണുവും ഇപ്പോൾ ഉള്ള രേണുവും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരിപ്പോൾ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഒരുപക്ഷെ നമ്മുടെ അമ്മയോ സഹോദരിയോ ഇല്ലെങ്കിൽ അമ്മൂമ്മയോ ഒക്കെ പരിഭവം പറയുന്നതിൻ്റെ തൊട്ട് അത് എടുത്തു കഴിഞ്ഞാൽ വലിയ വിഷയമില്ല എന്ന് കരുതി ഈ അസുഖമൊക്കെ ഭേദമായിട്ട് ഇതേപോലെ സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എല്ലാവർക്കും വിമർശിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ ഇതിനെയൊന്നും വളരെ മോശമായിട്ട് ആരും കാണാതിരിക്കുക എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. കാരണം രേണുവിൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് രേണുവിൻ്റെ അവസ്ഥയെന്ന്. ദ്രോഹം ഗുണം ചെയ്തില്ലേലും എന്നെ ദ്രോഹിക്കാതിരിക്കുക. ഇനിയെങ്കിലും കുറെ റീച്ചുകൾ ഉണ്ടാക്കിയില്ല നിങ്ങൾ, ഇനിയെങ്കിലും ദ്രോഹിക്കാതിരിക്കുക. ഓർമ്മ പോകുന്നുണ്ട് എനിക്ക്. അതെന്നാന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു സൈഡ് മരച്ചിരിക്കുവാണ് തലയുടെ. മുഴം കയ്പാണ്. എൻ്റെ മുടിയെല്ലാം ഒരുമാതിരി പശ പോലായി. പെടലിയിലെ തൊലിയെല്ലാം പോയി, തലയിലേയും തൊലി പോയി. അതുകൊണ്ടാണ് ഹെയർ കട്ട് ചെയ്ത്. നിങ്ങളെപ്പോലുള്ള നല്ല മനസ്സുകളുടെ സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും. ഇനി ഒരുപാട് കീമോ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ഞാൻ മറികടക്കുമെന്ന് എനിക്കറിയില്ല. ചില സമയം എല്ലാരും പറയും രേണുസുതി ഭയങ്കര മനക്കരുത്തുള്ള കുട്ടിയാണ്. സത്യമാണ്. അക്കാര്യം എടുത്തു പറയണമല്ലോ, രേണുസുതിയുടെ മനക്കട്ടി അത് നമ്മൾ നേരിട്ട് കണ്ട തന്നെയാണ്. എന്തൊക്കെ നെഗറ്റീവ് കിട്ടിയിട്ടും സ്ട്രോങ് ആയിട്ട് എതിർവശത്ത് പൊരുതി നിൽക്കുന്ന രേണുസുതിയാണ് കണ്ടത്. ഇത് കാണുമ്പോഴാണ് കൂടുതൽ പേർക്ക് ദേഷ്യം തോന്നുകയും പലതും വെട്ടിത്തുറന്ന് പറയുകയൊക്കെ ചെയ്യുന്നത്. ഒരുപക്ഷെ പല ക്രിയേറ്റേഴ്സിനും അത് തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. രേണുസുതി പലതും കാണിച്ചു വെച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ കൂടെ വരുന്ന രീതിയാണ് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ മടിയായതും പല രീതിയിലുള്ള റിയാക്ഷൻസും നമ്മൾ കണ്ടത്. അവിടെയൊക്കെ എടുത്തു പറയണമല്ലോ, പല തെറ്റുകളും പറ്റിയിട്ടുണ്ടെങ്കിലും വാക്കൊണ്ടാലും പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് രേണുസുതി നമുക്ക് കാണിച്ചു തന്നിരുന്നു. ഇൻ കേസിൽ ബിഗ് ബോസിൽ പോയിരുന്നപ്പോൾ തന്നെ അത് വേറെ രീതിയിലായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. അവിടെ നിന്ന് പലരും പല മോശം വാക്കുകളും പറഞ്ഞെങ്കിലും അവസാനം മതിയായിട്ട് ഇറങ്ങി വരികയും ചെയ്തു. ഇവിടെയൊക്കെ ഒരു സാധാരണ സ്ത്രീയായിരുന്ന രേണു, അതായത് സാധാരണ വീട്ടമ്മയായിരുന്ന രേണു ഒരു കലാകാരൻ്റെ ഭാര്യ എന്ന ലെവലിൽ കയറി വന്ന് പല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. കൂടുതലും നെഗറ്റീവ് പബ്ലിസിറ്റി ആയിരുന്നു എന്ന് തന്നെ പറയണം. നെഗറ്റീവ് പബ്ലിസിറ്റി ആയിരുന്നാലും അതിൽ കുറേ പേര് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അവിടെയൊക്കെ ചില സമയത്ത് യൂട്യൂബ് തുറന്നാൽ തന്നെ രേണു ആയിരുന്നു എപ്പോഴും കണ്ടൻ്റായിട്ട് നിന്നിരുന്നത്. അത് ആൽബങ്ങളിൽ അഭിനയിച്ചിട്ടായാലും അതുപോലെ തന്നെ വീടുമായിട്ടുള്ള കോൺട്രവേഴ്സി ആയാലും പിന്നീട് നടന്ന കിച്ചുവുമായുള്ള പ്രശ്നമായാലും എല്ലാത്തിനും എതിരായിട്ട് നിന്നത് രേണു ആയിരുന്നു. മറുപടി പറയാനും രേണു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും എയറിലായിരുന്നു എന്ന് തന്നെ പറയണം. അവസാനം സബ്സ്ക്രിപ്ഷൻ്റെ വിഷയത്തിൽ വരെ നല്ല രീതിയിൽ നെഗറ്റീവ് അടിച്ചിരുന്ന സമയത്തായിരുന്നു രേണുവിന് ക്യാൻസർ വന്നു എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞത്. അതിനുശേഷം പലർക്കും സഹതാപമായി, എതിരെ നിന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതിനിടയിലാണ് കിച്ചു വന്നില്ല എന്നുള്ള ഒരു കമൻറ്റും കൂടി ഇട്ട് വീണ്ടും കുറച്ച് നെഗറ്റീവ് കൂടെ വാരി കൂട്ടിയത്. എന്തായാലും ഇപ്പോൾ രേണു തന്നെ പറയുന്നുണ്ട് എനിക്ക് എന്നെ കാണാൻ ആരും വരാത്തതിൽ പരിഭവമില്ല എന്ന്. അതുപോലെ തന്നെ രേണുവിനെ കാണാൻ വന്ന സായി ഇപ്പോൾ പുതിയ കോൺട്രവേഴ്സി പിടിച്ചിരിക്കുകയാണ്. അതായത് സായി പറഞ്ഞൊരു വാചകം, നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞു തന്നെ കൊടുക്കണം, അത് പലരും അറിയുന്നതിൽ കുഴപ്പമില്ല എന്നുള്ളൊരു വാചകം. ആ വാചകത്തിനോട് എനിക്കെതിരെ അഭിപ്രായമില്ല. കാരണം ഇനി 4 ആൾ അറിയിച്ച് ചെയ്താൽ അതിനെ കുറ്റമൊന്നും പറയേണ്ട ആവശ്യമില്ല.
അവിടെ എന്തായാലും സായിയുടെ ആ ഒരു കേസുമായിട്ട് വന്നിരിക്കുന്നത് ലക്ഷ്മി നക്ഷത്രയാണ്. അതായത് ലക്ഷ്മി നക്ഷത്രയോട് ഓൺലൈൻ മാധ്യമങ്ങൾ ചോദിച്ചു, സായി പോയത് അറിഞ്ഞില്ലേ, സായി പൈസ കൊടുത്ത് അറിഞ്ഞില്ലേ, സായി 49 വീഡിയോ ചെയ്തു, അതിലൊരു പങ്ക് രേണുവിന് കൊടുത്തു എന്നുള്ള രീതിയിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഈ ക്വസ്റ്റ്യൻ ചോദിപ്പിച്ചതാണോ ഇനി പറയിപ്പിച്ചതാണോ അതോ ഇനി മുൻകൂട്ടി തയ്യാറാക്കി തിരക്കഥയാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ലക്ഷ്മി നക്ഷത്ര അതിനൊരു ആൻസർ പറയുന്നുണ്ട്. അതിനെ സായി ഇപ്പോൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കണ്ടു നോക്കാം. ഈ രേണുസുതിനെ പറ്റി ഇപ്പൊ ഭയങ്കര ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് രേണുവിനെ വെച്ച് വീഡിയോ ചെയ്ത ഇപ്പൊ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ആള് 48 വീഡിയോ രേണുസുതിനെ വെച്ച് ചെയ്തിട്ടുണ്ടെന്ന്. അതിൽ നിന്ന് കിട്ടിയ വരുമാനത്തിന് ഒരു നിശ്ചിത തുക രേണുവിന് കൈമാറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ രേണുവിനെ വെച്ച് ചെയ്ത ആൾക്കാരൊക്കെ അങ്ങനെ പൈസ കൊടുക്കാൻ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇല്ല, എനിക്ക് അതിനെപ്പറ്റി ആക്ച്വലി ഒന്നും പറയാനില്ല. എനിക്കത് കണ്ടപ്പം ലൈക്ക് സത്യം പറഞ്ഞ നോ കമന്റ്സ് എന്ന് പറയണം. ബട്ട് അറ്റ് ദ സെയിം ടൈം പിന്നെ ഇപ്പൊ ചിലര് വീഡിയോ ഇട്ടു, അതുപോലെ തന്നെ ചിലരൊരു അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്നൊക്കെ പറയുമ്പോ അത് കണ്ടപ്പോ എനിക്ക് ആക്ച്വലി ഒരു ചിരിയാണ് വന്നത്. അവിടെ ലക്ഷ്മി നക്ഷത്രയ്ക്ക് എന്തുകൊണ്ട് ചിരി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി നക്ഷത്രയും ഇതുപോലെ തന്നെ രേണുവിനെ സഹായിച്ചിരുന്നു. അത് കോണ്ടന്റ് ആക്കി വീഡിയോ ചെയ്തിരുന്നു. അതിൽ നിന്നും കുറച്ച് തുക മാസം തോറും രേണുവിന് കൊടുത്തിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ആ വീഡിയോയെ പലരും വിമർശിച്ചിരുന്നു. അതായത് സായിയുടെ യൂട്യൂബ് ചാനൽ ആ വീഡിയോയെ വിമർശിച്ചിരുന്നു. അതായത് ആ വീഡിയോയുടെ ഒരു പാറ്റേൺ അത് സായിക്ക് ഇഷ്ടപ്പെടാതെ വരികയും സായി രൂക്ഷമായിട്ട് വിമർശിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പലരും അതിനെ ട്രോളുകയും ചെയ്തിരുന്നു. ആ സമയത്ത് ലക്ഷ്മി നക്ഷത്ര എയറിലായിരുന്നു എന്ന് തന്നെ പറയണം. അവിടേക്ക് ലക്ഷ്മി നക്ഷത്ര വിചാരിച്ചിരിക്കുന്നത് പെർഫ്യൂം തയ്യാറാക്കിയ വീഡിയോ ആണ് എല്ലാവർക്കും പ്രശ്നമായത്, അതിനെ തുടർന്നാണ് പലരും ക്രിറ്റിസൈസ് ചെയ്യാൻ തുടങ്ങിയത് എന്ന രീതിയിലാണ്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. അതായത് രേണുവിൻ്റെ വീട്ടിൽ പോയി എടുത്ത വീഡിയോ, അതിൽ കുറേ അഡീഷണൽ എഫക്റ്റ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പല ആംഗിൾ വെച്ചുള്ള ഷൂട്ട്, സൂം ചെയ്യുന്ന രീതി, ഒരു സീരിയൽ രീതിയിലായിരുന്നു അത് എടുത്തു വെച്ചിരുന്നതെന്ന് തന്നെ പറയാം. കാരണം സീരിയൽ പ്രേമികളായ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലാണ്. ആ രീതിയിലായിരുന്നു അത് മേക്ക് ചെയ്തത്. അതായത് ശ്രുതി മരിച്ചതിനെ തുടർന്നുണ്ടായ വിഷമങ്ങൾ അതൊക്കെ ഈ രീതിയിൽ ഷൂട്ട് ചെയ്യണമോ, ഇങ്ങനെയൊക്കെ മ്യൂസിക്കൊക്കെ ഇട്ട് പബ്ലിക്കിനെ കാണിക്കണോ എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു സായി ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും സായി ഇപ്പോൾ രേണുവിൻ്റെ വീട്ടിൽ പോവുകയും ഒരു നല്ല തുക രേണുവിന് കൊടുത്തതിന് ശേഷം ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിരുന്നു. ആ ഇൻ്റർവ്യൂവിലായിരുന്നു പറഞ്ഞത് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നെ ചെയ്യണമെന്ന്. അതിനെയാണ് ഒരു ചെറുചിരിയോടെ ലക്ഷ്മി നക്ഷത്ര കാണുന്നത്. പക്ഷെ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ലക്ഷ്മി നക്ഷത്ര ചെയ്തതും സായി ചെയ്തതും രണ്ടും ഡിഫറൻ്റ് ആണ്. സായി അവിടെ പോയ കാര്യമോ ഇല്ലെങ്കിൽ രേണുവിനെ കണ്ട കാര്യമോ ഇല്ലെങ്കിൽ പൈസ കൊടുക്കുന്നതോ ഒന്നും ഷൂട്ട് ചെയ്ത് ജനങ്ങളെ കാണിച്ചിട്ടില്ല. എന്നാൽ ലക്ഷ്മി നക്ഷത്ര അതെല്ലാം ഷൂട്ട് ചെയ്ത് കോണ്ടന്റ് ആക്കി പുറത്തുവിടുകയാണ് ഉണ്ടായത്. സായി അതിനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു എന്ന് മാത്രം. അവിടെ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കോണ്ടന്റ് ക്രിയേഷൻ ആയിരുന്നു. പക്ഷേ എടുത്തു പറയണമല്ലോ, ഇതൊക്കെ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റല്ല. രണ്ടുപേര് ചെയ്യുന്നതും തെറ്റായിട്ടൊന്നും പറയാൻ കഴിയത്തില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന രീതിയിൽ പലരും ചോദിക്കും. അത് കുറച്ച് കൂടുതൽ ആളുകൾ ചോദിച്ചത് ലക്ഷ്മി നക്ഷത്ര ചെയ്ത പ്രവൃത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ട്രോളുകളൊക്കെ വന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം ലക്ഷ്മി നക്ഷത്രയോട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചതും ലക്ഷ്മി നക്ഷത്ര ഇപ്പോൾ ഇങ്ങനെ ആൻസർ പറഞ്ഞതും. എന്തായാലും അവിടെയൊക്കെ ലക്ഷ്മി നക്ഷത്ര അന്ന് ചെയ്ത പ്രവൃത്തികൾ അന്ന് സ്റ്റാർ മാജിക്കിലുള്ള പല ആളുകളും സായിയോട് പേഴ്സണലായിട്ട് പറഞ്ഞ കുറേ കാര്യങ്ങൾ സായി ഇപ്പം പറയുന്നുണ്ട്. ശ്രുതി ജീവിച്ചിരുന്നപ്പോൾ ലക്ഷ്മി നക്ഷത്ര എന്തായിരുന്നു ചെയ്തതെന്നും ആരൊക്കെയാണ് ശ്രുതി അന്ന് സഹായിച്ചതെന്നും അതിനെക്കുറിച്ച് സായി ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൊടുത്ത് കേട്ടു നോക്കാം. ഞാൻ അന്ന് വളരെ പേഴ്സണലായിട്ട് എനിക്ക് ഈ നിങ്ങളുടെ സർക്കിളിലുള്ള ഒരുപാട് പേര്, കൊല്ലം ശ്രുതിയായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്മി നക്ഷത്രയെ പോലെ ബാക്കി ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അവരൊക്കെ അന്ന് ഞാൻ ഈ പറഞ്ഞ ലക്ഷ്മി നക്ഷത്രത്തെ സപ്പോർട്ട് ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് അവളെ അറിയില്ല, ഞങ്ങളൊക്കെ കൊല്ലം ശ്രുതിൻ്റെ ഫ്രണ്ട്സാണ്, ഇവൾ ഈ വന്ന് കാണിക്കുന്ന കണ്ണീരും ഈ വന്ന് ഒലിപ്പിക്കുന്ന ഈ സ്നേഹമൊന്നും അല്ല ശ്രുതി ജീവിച്ചിരുന്നപ്പോൾ റിയൽ ലൈഫിൽ ഇവൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇവളിതൊന്നും അല്ല. ശ്രുതിയെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത, ഒരുപാട് കാര്യങ്ങളിൽ ഒപ്പം നിന്ന ആളുകളാണ് ഞങ്ങൾക്കും വേണമെങ്കിൽ ഇതേപോലെ വന്ന് കരഞ്ഞ് ആളുകളുടെ മുന്നിൽ സെൻറ്റിമെൻറ്റ്സിന് വന്ന് ഇട്ട് കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ഒരു സാധനം ക്രിയേറ്റ് ചെയ്തെടുക്കായിരുന്നു. അപ്പോൾ ഇവളുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് എന്നോട് പേഴ്സണലി സംസാരിച്ച ഒരുപാട് പേരുണ്ട്. ഇനിയിപ്പോൾ സായി പറയുന്നതിൻ്റെ തൊട്ട് ലക്ഷ്മി നക്ഷത്രയുടെ ഇൻറ്റൻഷൻ വേറെ ആയിരുന്നെങ്കിലും രേണു സുധി ചേർത്ത് പിടിച്ചിരുന്നത് ലക്ഷ്മി നക്ഷത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ ആരിനി എന്തൊക്കെ പറഞ്ഞാലും രേണു സുധിക്ക് പ്രശ്നമില്ലാത്തിടത്തോളം കാലം ലക്ഷ്മി നക്ഷത്ര ചെയ്ത് തെറ്റാണെന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. അത് പറയേണ്ട ആളുകളെന്ന് വെച്ചാൽ രേണു സുധിയും കിച്ചും ഒക്കെ ആയിരുന്നു. എന്നാൽ അവരൊക്കെ ആ രീതിയിൽ വീഡിയോ എടുക്കുന്നതിനെ നല്ല സപ്പോർട്ടായിരുന്നു. അവരെല്ലാം വന്ന് ലക്ഷ്മി നക്ഷത്രയുടെ കൂടെ തന്നെ ആയിരുന്നു നിന്നിരുന്നത്. ഇന്നിപ്പോൾ പല പ്രശ്നങ്ങളും വന്നു ചേർന്നിട്ടുണ്ട്. രേണു സുധിയും ലക്ഷ്മി നക്ഷത്രയും തമ്മിൽ പഴയ അടുപ്പം നമ്മൾ കാണാറില്ല. ഇനിയിപ്പോൾ അത് നമ്മൾ കാണാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല. എന്തായാലും അന്ന് വിമർശിച്ചവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിന്ന വ്യക്തിയായിരുന്നു സായി. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ലക്ഷ്മി നക്ഷത്ര
ഇന്ന് അതിനെതിരെ ഒരു കമന്റ് പറഞ്ഞത്. അതേപോലെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മള് ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കാൻ മാത്രമാണ് അയാളെ പറ്റി നല്ല എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, രേണുവിനെ പോയി കണ്ടവരെല്ലാം ഒരു പെർട്ടിക്കുലർ ചാനലിൽ അപ്പൊ തന്നെ അപ്പിയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോ അതൊരു പെർട്ടിക്കുലർ ചാനലിൽ മാത്രമാണ്. ഈ രേണുവിനെ പോയി കണ്ടവര് മാത്രം ചില പെർട്ടിക്കുലർ ചാനലുകളിൽ മാത്രം വീഡിയോസ് വരുന്നു, അങ്ങനെയൊക്കെ. അത് ഈ ചേച്ചി പോണ ഇനാഗുറേഷനിലൊക്കെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഓൺലൈൻ മീഡിയാസ് മാത്രം തേച്ചി വരുന്നത്. ഇത് വലിയ സംഭവമൊന്നും അല്ല. എല്ലാവരും ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എവിടെയെങ്കിലും പോന്നിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങളെ മുൻകൂറായിട്ട് അറിയിപ്പിച്ച് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പലരും ചെയ്തു വരുന്നുണ്ട്. അത് അവരെ നിലനിർത്താൻ വേണ്ടി തന്നെയാണ് അവർ ചെയ്യുന്നത്. അവിടെയൊക്കെ ലക്ഷ്മി നക്ഷത്രയെ പോലുള്ള പല ആളുകളും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അതിൽ സായിയെ മാത്രം കുറ്റം പറയേണ്ട ആവശ്യമില്ല. അതായത് ഇവരെ തന്നെ വിളിച്ചു വരുത്തുന്നതും ഇവർ തന്നെയാണ്. പല ക്വസ്റ്റ്യനും തയ്യാറാക്കി കൊടുക്കുന്നവരെ ഇവരാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കണം, അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ആൻസർ പറയാമല്ലോ എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് ഇത് സായി മാത്രമാണോ ചെയ്യുന്നതെന്നോ ഇല്ലെങ്കിൽ ലക്ഷ്മി നക്ഷത്രം മാത്രമാണ് ഇത് ചെയ്യുന്നതെന്നോ പറയേണ്ട കാര്യമില്ല. എല്ലാരും ഇക്കാര്യം ചെയ്യാറുണ്ട്. അയാൾക്ക് വീട് വെച്ച് കൊടുക്കണമായിരുന്നു, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഞാനേ സുധിച്ചേട്ടനെ കല്ലറയിലേക്ക് എടുക്കുന്ന സമയത്ത്, നമ്മൾ കാറിൽ കയറിയ സമയത്ത് ഞാൻ നമ്മുടെ കൊളീഗ്സിന്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇത്ര നാളും ഇതേ വ്യക്തി ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ഇനോഗ്രേഷൻ അദ്ദേഹത്തിന് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു പരിപാടിക്ക്, അതായത് സ്റ്റേജ് ഷോസ് അല്ലാട്ടോ ഞാൻ പറയണേ. കാരണം അന്നത്തെ ഒരു ദിവസം മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ നുള്ള എല്ലാ അക്സെപ്റ്റൻസും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അത്രയധികം ജനക്കൂട്ടമായിരുന്നു അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷെ അതിന് അദ്ദേഹം മരിക്കേണ്ടി വന്നു. നല്ല നല്ല അവസരങ്ങൾ അദ്ദേഹത്തിന് ടാലന്റിനകത്ത് അദ്ദേഹത്തിന് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ തന്നെയാ പറയാനുള്ളത്. ഒരുപക്ഷെ ആ ഒരു കാര്യം പറഞ്ഞാലോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതൊരു ആക്സിഡന്റ് ആയിരുന്നു. അതിൽ പല കലാകാരന്മാരും ഉൾപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു വലിയ വാർത്തയായിട്ട് തന്നെയാണ് വന്നിരുന്നത്. ആ സമയത്ത് കൊല്ലം സുധിക്ക് ഇങ്ങനെ സംഭവിച്ചത് ഷോക്കായിരുന്നു എല്ലാവർക്കും. കാരണം സ്റ്റാർ മാജിക് പോലെ ഷോ, അതുപോലെ തന്നെ സ്റ്റേജ് പരിപാടി കഴിഞ്ഞിട്ട് വരുന്നു. അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ ചാനൽ നിറഞ്ഞു നിന്ന് പെർഫോം ചെയ്യുന്നൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കൂടിയ ആളുകളും ഒരു സാധാരണ കലാകാരന് കിട്ടുന്നതിലും അപ്പുറമായിരുന്നു എന്ന് തന്നെ പറയണം. അവിടെയൊക്കെ ലക്ഷ്മി നക്ഷത്രം പറയുന്നതിൻ്റെ തൊട്ട് അദ്ദേഹത്തിന് ഇതിനു മുമ്പ് ഇങ്ങനൊരു അക്സെപ്റ്റൻസ് കിട്ടിയിരുന്നില്ല. അത് കൊല്ലം സുധിക്ക് മാത്രമല്ല, പല കലാകാരന്മാർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പല കലാകാരന്മാരുടെയും അവസ്ഥയും അത് തന്നെയാണ്. ഒരുപക്ഷെ നാളെ മരണം സംഭവിക്കുമ്പോഴായിരിക്കും കൂടുതൽ പേർ അവരെ കുറിച്ച് ഓർക്കുന്നതൊക്കെ. ഇപ്പം ഇതിനു മുമ്പ് രേണുവിന്റെ നെഗറ്റീവ്സ് പറഞ്ഞ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതെല്ലാം നേരെ മാറി. പക്ഷെ ഈ കമന്റ് ഇടുന്നവരും നെഗറ്റീവായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നവരും ചിന്തിക്കണേ. അതിപ്പം ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും അത് അവരുടെ ജാതകത്തിൽ ഉണ്ടാവും. നമ്മൾ ഇടയ്ക്ക് ഏറെ പോണ്ടി വരും, ഇടയ്ക്ക് താഴെ പോണ്ടി വരും. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഒരാളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കമന്റ് ഇടുവോ? അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മോശം വീഡിയോ ചെയ്യോ? ഇപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരാളാണെങ്കിൽ മാക്സിമം എങ്ങനെ അവരെ പ്രൊട്ടക്ട് ചെയ്യാന്നേ നമ്മൾ നോക്കുകയുള്ളൂ. പക്ഷെ അല്ലാതെ ഇപ്പം ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ അത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അതൊരാള് എന്ത് കമന്റ് വേണമെങ്കിലും പറയാം, എന്ത് കമന്റ് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. എന്റെ ഐഡന്റിറ്റി ഒന്നും വരില്ലല്ലോ. ഈ 10 ഫേക്ക് അക്കൗണ്ട് കൊണ്ട് നടക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ ഒരു ആപത്ത് വന്നാലേ അതിന്റെ വേദന എന്താന്നുള്ളത് മനസ്സിലാവുള്ളൂ. നമ്മുടെ വീട്ടിൽ ഒരാളെ കുറ്റം പറഞ്ഞാൽ മാത്രമാണ് നമുക്കത് കൊള്ളുള്ളൂ. നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ആപത്ത് പറ്റുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ നമ്മുടെ വീട്ടിൽ ഒരാളെ എന്തെങ്കിലും പറയുമ്പോൾ അതിൽ ആരുടെ ഭാഗത്താണ് ശരി ഇല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് നമ്മൾ നോക്കും. അവിടെ ആരെയാണ് വിമർശിക്കേണ്ടത് അവരെ നമ്മൾ വിമർശിക്കുക തന്നെ ചെയ്യും, അല്ലാതെ സപ്പോർട്ട് ചെയ്യത്തില്ല. പിന്നെ ചിലരുടെ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നമുക്കിത് വേണ്ടായിരുന്നെന്ന് തോന്നിപ്പോകും. ഇപ്പോൾ തന്നെ ഈ ഒരു അവസ്ഥയിൽ രേണുസുതി കിടക്കുമ്പോഴും എന്തുമാത്രം മോശമായുള്ള കമൻസുകളാണ് വരുന്നത്. അതൊക്കെ കാണുമ്പോൾ ഈ കമൻറ്റ് ഇട്ടവൻ്റെയൊക്കെ വീട്ടിലും ഇങ്ങനത്തെ അവസ്ഥ വരുവാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അവൻ പ്രതികരിക്കുന്നത് എന്ന് ചിന്തിച്ചു പോകും. അങ്ങനത്തെ ചോദ്യം അവൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കുമോ അവനും ചെയ്യുന്നത് എന്ന് ചിന്തിച്ചു പോകും. ചിലപ്പോൾ അറിയാക്കത്തില്ല, അങ്ങനെയുള്ള വ്യക്തി ആയിരിക്കാം രേണുസുതി ഇങ്ങനത്തെ അവസ്ഥയിൽ കിടക്കുമ്പോഴും വളരെ മോശം കമൻറ്റ് കൊണ്ട് അവരെ വേദനിപ്പിക്കുന്ന രീതി അതിപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. ഒരുപക്ഷെ അവിടെയൊക്കെ കുറേ പേര് സഹതാപം കൊണ്ട് അവരെ ഒന്നും പറയാതിരിക്കുന്നുണ്ട്. അവർ ചെയ്യുന്ന പല തെറ്റുകളും കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട്. അല്ലാതെ അതെല്ലാം ശരിയാണെന്ന് ധരിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. നമ്മളായാലും നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ അവസ്ഥയിൽ കിടക്കുന്നവരാണെങ്കിൽ പല കാര്യങ്ങളും ശ്രമിക്കും. ആ കിടക്കുന്ന അവസ്ഥയിൽ പല കാര്യങ്ങളും അവർ തുറന്നു പറയും, പല രീതിയിൽ മോശമായുള്ള വാക്കുകൾ ഉപയോഗിക്കും. അങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ ക്ഷമിക്കുക അല്ലാതെ വേറൊരു വഴിയില്ല. അത് തന്നെയാണ് രേണുവിന്റെ കാര്യത്തിലും പലരും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ പറയാ, ഇപ്പൊ ഈ ഒരു ചോദ്യത്തിനും ചിലപ്പോ വരും ഞാൻ കണ്ടന്റ് ആക്കിയിട്ടില്ലേന്ന്. പക്ഷെ രേണു പറഞ്ഞ കാര്യമാണ്, എന്നോട് പറഞ്ഞ കാര്യമാണ്. ചെന്നു സ്റ്റാർ മാജിക്കില് പലരോടും പറഞ്ഞു, പക്ഷെ എനിക്കൊരു പെർഫ്യൂം കിട്ടിയില്ല, ഒന്ന് ചെയ്തു തരുമോ? അത് പലർക്കും അറിയില്ല.
അതുകൊണ്ടാണ് അതൊരു കണ്ടന്റ് ആക്കിയത്. അപ്പോ അതിന് പക്ഷെ ഞാൻ കേൾക്കാത്ത പഴികളില്ല, മനസ്സിലായോ? ഇവിടെ ലക്ഷ്മി നക്ഷത്രം തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. കാരണം പെർഫ്യൂമിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടല്ല ലക്ഷ്മി നക്ഷത്രയെ പലരും വിമർശിച്ചത്, അത് ആ ചെയ്ത രീതിയെയാണ് പലരും വിമർശിച്ചത്. ഇതിനു മുമ്പ് തന്നെ ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് ആ വീഡിയോ എടുത്ത രീതി അത് ഇഷ്ടപ്പെടുന്നവരും കാണുമായിരിക്കും, ഇഷ്ടപ്പെടാത്തവരും കാണുമായിരിക്കും. എന്നാൽ ഇഷ്ടപ്പെടാത്തവർ നല്ല രീതിയിൽ വിമർശിച്ചു എന്ന് തന്നെ പറയണം. അതിൻ്റെ കൂടെ വന്നതാണ് പെർഫ്യൂമിൻ്റെ വീഡിയോയൊക്കെ. ഒരുപക്ഷെ അവിടെയൊക്കെ പലരും ചോദിക്കും രേണുസുതി പറഞ്ഞിട്ടാണോ അത് ചെയ്തതെന്ന്. രേണുസുതി അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ രേണുസുതി പറഞ്ഞിട്ടുണ്ടായിരിക്കാം എനിക്ക് പെർഫ്യൂം വേണം ലക്ഷ്മി നക്ഷത്ര എന്ന് പറഞ്ഞു കാണുമായിരിക്കാം. എന്ന് കരുതി ആ പെർഫ്യൂം കൊണ്ടുവരുന്നതും ആ കാര്യമൊക്കെ വീഡിയോ ആക്കി ചിത്രീകരിച്ച് പബ്ലിഷ് ചെയ്യൂ എന്നൊന്നും രേണുസുതി പറഞ്ഞു കാണത്തില്ല. എനിക്ക് സുധിച്ചേട്ടൻ്റെ മണമുള്ള പെർഫ്യൂം വേണം എന്ന് പറഞ്ഞു കാണുമായിരിക്കും, അത് കൊണ്ടുതരണം എന്നും പറഞ്ഞു കാണുമായിരിക്കും. അല്ലാതെ അതിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു എന്നുള്ളത് സംശയമാണ്. എന്തായാലും അവസാനം പറഞ്ഞത് ഇനി കൊടുക്കുന്ന കാര്യങ്ങൾ അറിയിച്ച് തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയൊക്കെ രേണുസുതിക്ക് അങ്ങനെ ഒരു സഹായം കിട്ടുന്നെങ്കിൽ നല്ലത് തന്നെയാണ്. കാരണം അവസ്ഥ അത്ര മോശമാണ്, പൈസ വേണ്ടതാണ്, സഹായിക്കാൻ നിറയെ പേര് ചെല്ലുന്നുണ്ട്. പക്ഷെ ശാരീരികമായിട്ട് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. എന്നെപ്പോലെ തന്നെ രോഗമുള്ളൊരു പ്രശസ്ത, പേരൊന്നും പറയുന്നില്ല, അവർ ഞാനും തമ്മിൽ സംസാരിക്കാറുണ്ട്. അവർക്ക് അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു, സൗന്ദര്യവും സമ്പത്തും എല്ലാം ഉള്ളപ്പോൾ അവർക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ന് അവർക്ക് ആരുമില്ല. അതുപോലെ തന്നെയാണ് എനിക്ക് ആരും ഇല്ലെന്നല്ല പറഞ്ഞത്, ഉള്ളവരുണ്ട്. ഏറ്റവും കൂടുതൽ എൻ്റെ സഹോദരി എന്നെ നോക്കുന്നുണ്ട്. ഇപ്പൊ പിന്നെ അതൊക്കെ കാണുമ്പോഴാണ് കിടക്കണ്ടെന്നുള്ള ചിന്ത വരുന്നത്. കഴിഞ്ഞ ദിവസം മുടി വെട്ടിക്കൊണ്ടിരിക്കുക, ഞാൻ ഉദ്ഘാടനം ചെയ്ത എൻ്റെ സലൂൺ, അവരാണ് ഇവിടെ വന്നത്. ആ പെൺകുട്ടികളുടെ കണ്ണ് നിറയുവാണ്. ഞാനിപ്പോ ഒന്നും ശ്രദ്ധിച്ചില്ല. ഋതപ്പൻ ഇവിടെ വന്നിപ്പുണ്ട്, ബ്യാമയുണ്ട്. ഋതപ്പൻ കണ്ണുനീരിനെ ഇങ്ങനെ പിടിച്ചു വെക്കുക. ഞാൻ നോക്കിയപ്പോ ഞാനിപ്പം പറഞ്ഞ അമ്മയ്ക്കൊന്നുമില്ല, അധികം സംസാരിക്കാൻ വരും, ഛർദിക്കുന്നു, അമ്മയ്ക്കൊന്നുമില്ല, അമ്മ തിരിച്ചു വരും. ഋതപ്പൻ പറഞ്ഞ പഴയൊരു ഫോട്ടോ കാണിച്ചു തന്നെനിക്ക്, മുടിയുള്ള ഫോട്ടോ. എൻ്റെ അമ്മ ഇങ്ങനെ വന്നാൽ മതി, ഈ അമ്മയല്ല, പഴയ അമ്മയായിട്ട് അമ്മ വരണം. ചേച്ചി കഴിഞ്ഞ ദിവസം എൻ്റെ മോനത് പറഞ്ഞപ്പോ മൂത്ത മോള്, ചേച്ചിയുടെ മൂത്ത മോള് ചേച്ചി, അതിന് അമ്മയുടെ മോനല്ലല്ലോ, അമ്മയുടെ അനിയത്തിയല്ലേ. അപ്പൊ അവള് പറഞ്ഞു നിന്നേക്കാൾ മുന്നേ കണ്ട ഞാൻ അവളെയാ, അവളെന്റെ മോനാന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഒട്ടും വയ്യ, ശ്വാസം മുട്ടല, ഒരു രാവെളുപ്പോളം ഉറങ്ങാതിരിക്കും എന്നെ നോക്കി. എന്നെ ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, നഴ്സുമാരോട്. മെഡിക്കൽ കോളേജിൽ പിറ്റ് ലൈൻ ഇട്ട അശ്വിൻ പത്മനാഭ സാറിന്റെ കീഴിലുള്ള വലിയൊരു റേഡിയോളജി വിഭാഗം, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 റേഡിയോളജി വിഭാഗമാണ് എനിക്ക് അവരിതിട്ട് തന്നത്. ഹമാൻ ഷാ ഗുപ്ത എന്നാണ് സാറിന്റെ പേരിട്ട്. അവരൊക്കെ വലിയ എന്താ പറയാ, വലിയ വലിയ പ്രൊഫസർമാരും അതുപോലെ മെഡിക്കൽ കോളേജ് റേഡിയോളജി വിഭാഗത്തിലെ നമ്പർ 1 ആൾക്കാരാണ്. അവരത്ര ശ്രദ്ധയോടുകൂടി എല്ലാ ഇതോടുകൂടിയാണ് രോഗികളെ പരിചരിക്കുന്നത്. അതുപോലെ നമുക്കും അങ്ങനെ തന്നെയാണ് ചെയ്തത്. എന്നെ എന്നല്ല, രോഗികളെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, അവരൊക്കെ ദൈവമാണ് ഇപ്പൊ അവരാണ് എൻ്റെ ദൈവം. എന്തായാലും രേണുസുതി തന്നെ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നെ കാണാൻ വരാത്തവരോട് എനിക്ക് പരിഭവമില്ല, അതിലെനിക്ക് ഒട്ടും വിഷമമില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആരെ ഉദ്ദേശിച്ചായിരിക്കും എന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഒരുപക്ഷെ അത് കിച്ചുവിനെ തന്നെ ഉദ്ദേശിച്ചായിരിക്കാം. അവിടെയൊക്കെ കിച്ചുവിനെ സൈബർ ബുള്ളി ചെയ്യാൻ വേണ്ടിയാണ് രേണു അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ആ രീതിയിൽ കാണാതിരിക്കുന്നതാണ് നല്ലത്. ഒരുപക്ഷെ വിഷമം കൊണ്ട് ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് പറഞ്ഞതായിരിക്കാം. കാരണം കുറച്ചുനാൾ അവൻ അമ്മയെന്ന് വിളിച്ചതല്ലേ, അവരും മോനെ എന്നല്ലേ വിളിച്ചത്. ജീവിതത്തിൽ ചില സമയങ്ങളിലൊക്കെ അവർ അമ്മയും മകനുമായിട്ടൊക്കെ ജീവിച്ചിരുന്ന വ്യക്തികളല്ലേ. അതുകൊണ്ട് രേണുസുതി അങ്ങനെ പറഞ്ഞതായിരിക്കാം. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെടുക്കാം, അത് നിങ്ങളുടെ അവകാശമാണ്. എന്തായാലും ഞാൻ ഈ രീതിയിൽ എടുക്കുന്നു. രേണു ആ രീതിയിലൊന്നും ചിന്തിച്ച് കാണത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.